ശ്രീ ബിജി ഇബ്രഹാം, പാർട്ടിക്ക് മുകളിലല്ല വ്യക്തി എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, പ്രത്യേകിച്ച് CPM-ന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി കാണുന്നത് പാർട്ടിക്ക് മുകളിലേക്ക് അഴിമതി വളരുകയും ആ അഴിമതിയുടെ നെടുനായകത്വം വഹിക്കുന്നവർ പാർട്ടിയെ അപ്പാടെ വിഴുങ്ങുകയും ചെയ്യുന്ന സാഹചര്യം. നോക്കൂ, ഇപ്പോൾ പ്രമുഖ നിയമവിദഗ്ധനായ രാംകുമാർ സർ ചൂണ്ടിക്കാട്ടി, വീണ എന്ന് പറയുന്നത് ഒരു പാർട്ടി മെമ്പർ പോലുമല്ല. പിണറായിക്ക് വേണ്ടി പിണറായി പ്രതിയാണ്, അല്ലെങ്കിൽ പിണറായിക്കെതിരെയാണ് ഈ അന്വേഷണം എന്നുണ്ടെങ്കിൽ പാർട്ടി അണികളോട് ആഹ്വാനം ചെയ്യാൻ ഒരുപക്ഷെ അവർക്ക് ധാർമ്മികമായ അവകാശം ഉണ്ടായിരിക്കാം. പക്ഷേ വീണ തൈക്കണ്ടിയുടെ കാര്യത്തിൽ എന്താണ് ആ ഒരു ഇരട്ടത്താപ്പ് പാർട്ടിക്ക് വന്നുപോയത്? കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. രണ്ട് രീതിയിൽ ഇരട്ടത്താപ്പ്, പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് നിങ്ങൾ ഇത്ര വലിയ കോലാഹലം അന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് നടത്തിയത്? BJP-യുടെ ഒരു രാഷ്ട്രീയ ഉപകരണമായിട്ട് ഇന്ത്യയിലെ പ്രമുഖ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ മാറിയിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണെങ്കിലും, SFIO ആണെങ്കിലും, റവന്യൂ ഇന്റലിജൻസ് ആണെങ്കിലും, IT ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആണെങ്കിലും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ തങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക, ഏക പാർട്ടി ഭരണത്തിലേക്ക് ഇന്ത്യ രാജ്യത്തെ വരിക എന്നുള്ള ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP നിലനിൽക്കുന്നത്. എത്രയോ ഇന്ത്യയിൽ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാരുടെ പേരിൽ വ്യാജമായ കേസെടുക്കുകയും അതിൽ പലരും ഭീഷണി കൊണ്ട്, അല്ലെങ്കിൽ ഭയം കൊണ്ടോ, ജയില് ഭയന്നുകൊണ്ടോ ഇരുട്ടി വെളുത്തപ്പെടുത്തതിന് BJP-യിൽ അംഗത്വം എടുത്തോടുകൂടി അവരുടെ കേസുകളെല്ലാം ഇല്ലാതായി മാറുന്ന ഒരു സാഹചര്യവും നമ്മൾ ഏറെ കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസിനെ കുറിച്ചിട്ട് തന്നെ പറയുന്നതാണ് 180ഓളം പരം നേതാക്കന്മാര്, 12-ൽ പരം മുഖ്യമന്ത്രിമാര്, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാര്, ഇങ്ങനെ ഇന്ത്യയിലെ പ്രമുഖ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉൾപ്പെടെ ഇതര കക്ഷികൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് BJP-യിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്ന നിലയിൽ ഈ പറയുന്ന അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഏറെ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിന്റെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെതിരെ കിഫ്ബിയുടെ പേരിൽ, അദ്ദേഹത്തിന്റെ പേരിൽ അനാവശ്യമായിട്ടുള്ള സമ്മൻസുകൾ അയക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. അതിനെ തുടർന്ന് അദ്ദേഹം കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്നുണ്ടായ നിയമ പോരാട്ടത്തിന്റെ ഒടുവില് ഇത്തരം വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയിട്ടുള്ള അയാളുടെ മക്കളുടെയോ ഭാര്യയുടെയോ അല്ലെ മറ്റു കുടുംബാംഗങ്ങളുടെയോ പേരിലുള്ള ബാങ്ക് ഇടപാടുകള്, മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് എന്തിന്റെ പേരിലാണെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ED-യോട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് ED-യുടെ ഹർജി തന്നെ തള്ളുന്ന സാഹചര്യമുണ്ടായി. ഇത് 2023 നടന്ന സംഭവം മാത്രമല്ല, 24-ല് അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കുന്ന ഘട്ടത്തിലും രണ്ടാമത് അദ്ദേഹത്തിന് ഈ വാദങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാദങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, വീണയല്ലേ പ്രതി? വീണയ്ക്കെതിരെ എന്തിനാണ് കേസെടുത്തത് എന്ന് അങ്ങൊന്ന് പറയാമോ? മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് കോടതിയെ സമീപിച്ചത് ഇപ്പോഴത്തെ നിയമസഭാംഗമായ മാത്യു കുഴൽനാടനാണ്. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി, അതേപോലെ കേരള ഹൈക്കോടതി. മാത്യു കുഴൽനാടന്റെ കേസ് അവിടെ നിൽക്കട്ടെ. ഒരു സെക്കൻഡ് ബിജി, ഒരു സെക്കൻഡ്. മാത്യു കുഴൽനാടന്റെ കേസ് അവിടെ ഒന്ന് നിൽക്കട്ടെ. ഈ കേസിൽ ഇപ്പോൾ ED ചോദ്യം ചെയ്യുന്ന ഈ കേസിൽ വീണയാണ് പ്രതി, പിണറായി വിജയൻ ചിത്രത്തിലേ ഇല്ല. ഈ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ മാത്രം പ്രാഥമിക തെളിവുകൾ പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് കോടതി കേസ് തള്ളി. അതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതിയും ഇത് തന്നെയാണ് പറഞ്ഞത്. നിയമപ്രകാരം കേസെടുക്കാൻ കൃത്യമായ വസ്തുതാപരമായ തെളിവുകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തള്ളുകയും അതേ വിധി തന്നെ ശരിവയ്ക്കുമാണ് സുപ്രീം കോടതിയും ഉണ്ടായത്. ഇതൊക്കെയാണ് സാഹചര്യം എന്നിരിക്കെ വീണ തൈക്കണ്ടി അല്ലല്ലോ ഇവിടെ യഥാർത്ഥത്തിൽ നിങ്ങൾ വേട്ടയാടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വീണയിൽ കൂടെ കേരളത്തിന്റെ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തകർക്കുകയെന്നും കേരളത്തിൽ ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർച്ചയായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും ബോധ്യമായ കാര്യമാണ്. എല്ലാവർക്കും
ബോധ്യമുള്ള ഒരു കാര്യം തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. അപ്പൊ ഇടതുപക്ഷത്തെ തകർക്കാനായിട്ട് ഇ ഡിയെ ഉപകരണമാക്കുന്നതിനെതിരെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങുന്നതും പ്രതിഷേധവുമായിട്ട് മുമ്പോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് മാത്രമല്ല, ഇപ്പൊ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തും കണ്ണൂരും കോഴിക്കോടും ഒക്കെ നടന്ന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെ തുടർന്ന് കണ്ണൂരിലോ കോഴിക്കോടോ ഒന്നും തന്നെ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് മാത്രമുണ്ട്? ഇപ്പൊ കണ്ണൂരിലൊക്കെ ഞാൻ ടെലിവിഷനിൽ ആ സമയത്ത് ഈ വാർത്തയൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ കണ്ണൂരിലും മറ്റും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരുമായിട്ട് CPM-ന്റെ നേതാക്കന്മാർ സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ അവർ പ്രകടനമായിട്ട് അവര് നടന്നു നീങ്ങുകയും ഈ പറയുന്ന റെയ്ഡിന്റെ ഭാഗമായിട്ട് യാതൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ള രേഖാമൂലം എഴുതി തന്നത് അത് അവിടെ വായിച്ച് പ്രവർത്തകരെ ശാന്തമാക്കി അവരെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം കണ്ണൂരും കോഴിക്കോടും ഒക്കെ നമ്മൾ കണ്ടു. എന്നാൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇ ഡിയുടെ ഉദ്യോഗസ്ഥർക്ക് അല്പം ധൃതി കൂടിപ്പോയി എന്ന് മാത്രമല്ല, അവർക്ക് വളരെ ചാർജ്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കേരളത്തിലെമ്പാടും ഉണ്ടായിരുന്നത്. കേരളത്തിൽ അന്നേ ദിവസം കേരളത്തിന്റെ മുഴുവൻ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും പ്രകടനങ്ങളൊക്കെ നടന്നത് നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ കണ്ടു. രാവിലെ മുതൽ സാഹചര്യം അതാ. അത്തരം ഒരു ചാർജ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ഇവര് ധൃതി പിടിച്ച് ഇറങ്ങിപ്പോയതും വാഹനവുമായിട്ട് ആൾക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് ചെന്നതും സ്വാഭാവികമായിട്ടും ഒരു സംഘർഷം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം മനഃപൂർവ്വമായി സൃഷ്ടിച്ചതാണെന്ന് ഒരു നിലപാടാണ്. അതായത് അങ്ങ് പറഞ്ഞു വെക്കുന്നത് ഇ ഡി ഉദ്യോഗസ്ഥരാണ് ഈ പ്രകോപനം അത്രയും സൃഷ്ടിച്ചത്. അവർക്ക് വളരെ തിരക്ക് പിടിച്ചു. ഇങ്ങനെ എന്താണ് രോഷാകുലരായി നിൽക്കുന്ന ജനക്കൂട്ടത്തിനിടയിലേക്ക് അവരുടെ വാഹനം അതീവ വേഗതയിൽ കൊണ്ടുവന്ന് കയറ്റാൻ നോക്കി. ഇതൊക്കെയാണ് ഇപ്പോൾ വരുന്ന വാദഗതികൾ.